കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ ചില നീറ്റലും പോച്ചലും കേൾക്കുന്നു. ആരാധ്യം പറയും എന്ന സിനിമാ ഗാനമാണ് ഇപ്പോൾ പല മുതിർന്ന നേതാക്കളും മൂളിക്കൊണ്ടിരിക്കുന്നത്. അവരെ അലട്ടുന്നത് പ്രധാനമായും 3 കാര്യങ്ങളാണ്. ആദ്യത്തെ കാര്യം, തെരഞ്ഞെടുപ്പ് അടുക്കാറായ സമയത്ത് പ്രത്യേക കാരണമൊന്നുമില്ലാതെ UDFിലേക്ക് പോകണമെന്ന് പറഞ്ഞ് പൊതുസമൂഹത്തിൽ ചർച്ചയുണ്ടാക്കിയ ചില നേതാക്കന്മാരെ എന്ത് ചെയ്യണമെന്നുള്ളതാണ്. അപ്പോൾ സ്ഥാനീയനായ ഒരു നേതാവ് തനിക്കൊരു സീറ്റ് സംഘടിപ്പിക്കുവാൻ വേണ്ടി കാട്ടിക്കൂട്ടിയ ഈ വെപ്രാളത്തിൽ പാർട്ടിയുടെ ചെയർമാനെ വരെ വലിച്ചിഴക്കുകയും പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുകയും ചെയ്തു എന്നാണ് മുതിർന്ന നേതാക്കന്മാരുടെ വിലയിരുത്തൽ. പാർട്ടിക്ക് അനുവദിച്ച് കിട്ടിയ സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്ന കാര്യമാണ് മറ്റൊന്ന്. 2021 തെരഞ്ഞെടുപ്പിൽ തിരക്ക് പിടിച്ച് ഇടതുമുന്നണിയിലേക്ക് വന്നുവെങ്കിലും മുന്നണി മര്യാദകൾ മുഴുവൻ പാലിച്ച് ഇടതുമുന്നണി പാർട്ടിയെ ചേർത്തു നിർത്തുകയും മത്സരിക്കാൻ 13 സീറ്റുകൾ അനുവദിക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ 15 സീറ്റുകൾ ലഭിക്കേണ്ടതായിരുന്നുവെങ്കിലും സീറ്റ് ചോദിച്ചു വാങ്ങാൻ പോയവരുടെ പിടിപ്പുകേടുകൾ അതുകൊണ്ട് 13ആയി കുറഞ്ഞു. പക്ഷേ സീറ്റുകൾ തെരഞ്ഞെടുത്തതിൽ വലിയ വീഴ്ച വന്നുവെന്നാണ് പലരുടെയും വിലയിരുത്തൽ. ഒരിക്കലും ജയിക്കില്ലാത്ത ഇരിക്കൂറിന് പകരം അന്ന് പേരാവൂർ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിൽ അത് കിട്ടുകയും വിജയിക്കുകയും ചെയ്യാമായിരുന്നു. പെരുമ്പാവൂർ പോലെയുള്ള ഒരു മണ്ഡലം ചോദിച്ചു വാങ്ങിയത് തോൽക്കുവാൻ വേണ്ടി മാത്രമാണെന്നാണ് ചില നേതാക്കൾ പറയുന്നത്. സാജു പോളിനെ തോൽപ്പിച്ച് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ ജയിപ്പിച്ചതുപോലും 21 തെരഞ്ഞെടുപ്പിൽ പെരുമ്പാവൂരിൽ മത്സരിക്കാൻ തയ്യാറെടുത്തിരുന്ന CPM നേതാവ് തന്നെയാണെന്നാണ് അവിടുത്തെ അടക്കം പറച്ചിൽ. അതിനെ മറികടന്നാണ് കേരള കോൺഗ്രസ് വിജയസാധ്യതയില്ലാത്ത ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി ആ സീറ്റ് ചോദിച്ചു വാങ്ങിയത്. മത്സരിക്കുന്നതിന് മുമ്പ് തന്നെ MLA എന്ന പ്രവർത്തനം ആരംഭിച്ച ഇയാൾക്ക് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പോലും സാധിച്ചില്ല. മറ്റൊരു മണ്ഡലം ചാലക്കുടിയാണ്. 35,000 വോട്ടിന് VD ദേവസി വിജയിച്ച മണ്ഡലം 1500 വോട്ടിന് തോറ്റത് കോൺഗ്രസിൽ നിന്നും കുടിയേറി വന്ന സ്ഥാനാർത്ഥിയായതുകൊണ്ട് മാത്രമാണ്. പിറവത്തും ഏതാണ്ട് തനിയാവർത്തനമായിരുന്നു. തലേദിവസം വരെ KM മാണിയെ കോഴമാണി എന്ന് വിളിച്ച് ആക്ഷേപിച്ച് നടന്നൊരു വനിതയെ സ്ഥാനാർത്ഥിയാക്കിയത് വലിയ തിരിച്ചടി നേരിട്ടു. അതിലുപരി അവരൊരു CPM സഹയാത്രികയായിരുന്നുവെന്നത് CPMനെയും വെറുപ്പിച്ചു. CPMലെ ആരെങ്കിലും മൗനാനുവാദം നൽകിയാലും പൊതുവെ വിലയിരുത്തുമ്പോൾ അവരെ CPMൽ നിന്നും റാഞ്ചിക്കൊണ്ടുപോയി എന്നാണ് സാധാരണ CPM പ്രവർത്തകരുടെ അടക്കം പറച്ചിൽ. ഇതുപോലെയാണ് റാന്നി സീറ്റും. കരാർ തൊഴിലാളിയാണെങ്കിലും കഷ്ടിച്ച് ജയിച്ചു. ഈ വിഷയങ്ങളാണ് കേരള കോൺഗ്രസിലെ പാരമ്പര്യവാദികൾ ഉയർത്തിക്കാണിക്കുന്നത്. ജയം നമുക്കും പറമ്പ് മൂത്തനാർക്കുമെന്ന് പറയുന്നത് പോലെ പാർട്ടി നമ്മുടെ, മത്സരിക്കാൻ സ്ഥാനാർത്ഥികൾ അന്യ പാർട്ടിയിൽ നിന്നും. അതും തലേ ദിവസം വരെ കേരള കോൺഗ്രസിൻ്റെ തന്തയ്ക്ക് വിളിച്ച് നടന്നവർ. പാർട്ടിക്കുള്ളിൽ മത്സരിക്കാൻ കൊള്ളാവുന്നവരില്ലെന്നാണ് പാർട്ടി നേതാക്കൾ പറയുന്നത്. അത് നേതാക്കളുടെ കഴിവുകേട് കൊണ്ടാണെന്നാണ് പ്രവർത്തകർ തിരിച്ചടിക്കുന്നത്. അവരേറ്റവും അധികം കുറ്റപ്പെടുത്തുന്നത് തോമസ് ചാഴിക്കാടനെയും റോഷി അഗസ്റ്റിനെയും N ജയരാജനെയുമാണ്. പാർട്ടി ചെയർമാൻ കൃത്യസമയത്ത് കൃത്യമായ ഉപദേശങ്ങൾ നൽകാതെ മാറി നിൽക്കുകയും പുറമെ ഞങ്ങളൊന്നും അറിഞ്ഞില്ലെന്ന് നടിക്കുകയും ചെയ്യുന്ന പ്രവൃത്തി എന്ന് അവസാനിക്കുന്നുവോ അന്ന് ഈ പാർട്ടിക്ക് ഗതി പിടിക്കുമെന്നാണ് പ്രവർത്തകർ പോലും പറയുന്നത്. അവർ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് പല പാർട്ടിയിൽ കയറി ഇറങ്ങി ഗതി പിടിക്കാതെ തിരികെ വന്നവനെ താക്കോലേൽപ്പിക്കുവാൻ ചെയർമാന് ഒത്താശ ചെയ്തു എന്നത് തന്നെയാണ്. ഇത്തവണ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുമ്പോൾ കരാർ തൊഴിലാളികളെ ആരെയും പാർട്ടി സ്ഥാനാർത്ഥികളാക്കരുത് എന്നാണ് അവരുടെ പ്രധാന ആവശ്യം. പേരിലൊരു പാർട്ടി കമ്മിറ്റി കൂടി സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കാനുള്ള ചുമതല ചെയർമാനെ ഏൽപ്പിക്കുന്ന പതിവ് രീതി മാറ്റി സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കുവാൻ ഒരു കമ്മിറ്റിയെ നിശ്ചയിക്കണമെന്നും ആ കമ്മിറ്റി നിർദ്ദേശിക്കുന്ന സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് ഉചിതമായവരെ മാത്രമേ ചെയർമാൻ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കാവൂ അതാണ് ജനാധിപത്യ രീതി. അതാണ് അവർ ആവശ്യപ്പെടുന്നത്. ചെയർമാനിൽ പാർട്ടി ഏൽപ്പിക്കുന്ന അചഞ്ചലമായ വിശ്വാസം ചിലർ ചേർന്ന് ഹൈജാക്ക് ചെയ്ത് സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. അതിക്കുറി ആവർത്തിക്കരുത്. 2021 തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുവാൻ കേരള കോൺഗ്രസ് രാഷ്ട്രീയ ബോധമുള്ള ഏതെങ്കിലും ഒരു വാർഡ് പ്രസിഡന്റിനെ അല്ലെങ്കിൽ ഒരു ബൂത്ത് പ്രസിഡന്റിനെ ഏൽപ്പിച്ചിരുന്നുവെങ്കിൽ 10 MLAമാരെയെങ്കിലും ജയിപ്പിക്കാമായിരുന്നു. പാർട്ടി ചെയർമാനിൽ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിൽ വെള്ളം ചേർക്കരുത്. കാര്യങ്ങൾ മുറ പോലെ നടക്കണം.